ഒരു പുതിയ LED TV വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുണ്ട്? ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു 10 കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കിയിട്ട് വേണം ഒരു പുതിയ LED TV വാങ്ങാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ടൈപ്പ് അല്ലെങ്കിൽ പിക്ചർ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം പിക്ചർ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് HD ഉണ്ട്, ഫുൾ HD ഉണ്ട്, UHD അല്ലെങ്കിൽ 4K എന്ന് പറയും, 6K ഉണ്ട്, 8K വരെ ഒക്കെ TVകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ നമുക്കറിയാം, മിക്കവാറും വീട്ടിൽ വൈഫൈ ഉണ്ട്, അപ്പോൾ യൂട്യൂബ് കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഫുൾ HD ഏറ്റവും മിനിമം വേണം. അതായത് ഫുൾ HD എന്ന് പറയുമ്പോൾ 1080 ആണ്. അപ്പോൾ ഫുൾ HD എങ്കിലും ക്വാളിറ്റി ഉള്ളത് മിനിമം വേണം. അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഒരു നോർമൽ ഇത് പറയുകയാണെങ്കിൽ നമ്മളൊരു 4K അല്ലെങ്കിൽ UHD ടൈപ്പാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അതിനേക്കാളും കൂടുതൽ 6K ഒക്കെ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആവും, വില വളരെ കൂടും. അപ്പോൾ അത് വാങ്ങാൻ കഴിയുമെങ്കിൽ അത് വാങ്ങും നല്ലതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4K അല്ലെങ്കിൽ UHD ആണ് ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഒരിക്കലും ഫുൾ HDയേക്കാളും താഴെയുള്ള TVകൾ നമ്മൾ ഒരിക്കലും ഇനി വാങ്ങരുത്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ സ്ക്രീന് അല്ലെങ്കിൽ ഡിസ്പ്ലേ ടൈപ്പ്, ഇപ്പോൾ പല ടൈപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് നോർമൽ LED വരുന്നുണ്ട്, അതേപോലെ തന്നെ QLED വരുന്നുണ്ട്, OLED വരുന്നുണ്ട്. സാധാരണ LED-യേക്കാളും കുറച്ചും കൂടി വില കൂടുതലായിരിക്കും QLEDക്ക്, അതിനേക്കാളും കുറച്ചും കൂടി വില കൂടുതലായിരിക്കും OLEDക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ക്വാളിറ്റി കൂടുന്തോറും, പിക്ചർ ക്വാളിറ്റി കൂടുന്തോറും എന്താവും TVയുടെ വിലയും കൂടുന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ QLED അഥവാ ക്വാണ്ടം LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ബാക്ക് ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബാക്ക് ലൈറ്റിൻ്റെ ലൈറ്റ് കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി എന്താണ് ക്ലാരിറ്റി കിട്ടുന്നതാണ് OLED അല്ലെങ്കിൽ ഓർഗാനിക് LED എന്ന് പറയുന്ന ടൈപ്പ്. അപ്പോൾ ഈ ഓർഗാനിക് LEDയുടെ ഡിസ്പ്ലേ ആണെങ്കിൽ അവിടെ ബാക്ക് ലൈറ്റ് ഉണ്ടാവില്ല. ഈ OLED അഥവാ ഓർഗാനിക് LEDന് സ്വയം ഇല്ലുമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയുള്ള പിക്ചർ നമുക്ക് ലഭിക്കുന്നതാണ്. QLEDനേക്കാളും കുറച്ചും കൂടി മികച്ച ക്വാളിറ്റിയുള്ള പിക്ചറാണ് OLEDക്ക് ലഭിക്കുക. അപ്പോൾ സാധാരണ അവസ്ഥയിൽ നമ്മൾ മിനിമം ഒരു QLED ഒക്കെയുള്ള TV ആണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്.